നമസ്കാരം. നമസ്തേ നമസ്തേ. ഒരുപാട് നാളെ കൂടി വരുമ്പോൾ ഞാൻ ഒന്ന് വണ്ടി കൊണ്ട് വന്നോ സ്ഥലമൊക്കെ വന്നത്. കാരണം ഒരുപാട് ഇരുട്ടും ഒക്കെ ആയിട്ട് അന്ന് ഇരുട്ടുണ്ട്, ഇപ്പൊ ഇരുട്ട് ഒക്കെ വന്ന് നമുക്ക് തീരെ മനസ്സിലാവില്ല. ആ പഴയ ക്യാൻഡി അതെ ഞാൻ ഇതിൽ വന്ന് അതുകൊണ്ട് എനിക്കറിയില്ല. അത് മാറി വേറെയായി. പിന്നെ ക്ലാസ്സിൽ അല്ല ഈ കോളേജിലേക്ക് നമുക്ക് ഈ സെക്യൂരിറ്റി പടം ഞാൻ ഒരിക്കൽ വന്നിരുന്നു ബാബുവിന്റെ വീട്ടിൽ. അപ്പം ഒട്ടും തന്നെ നമ്മൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 30 കൊല്ലം മുമ്പാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ള ആളാണ്. അന്നൊക്കെ വന്ന ആ വഴിക്ക് പോകാനായിട്ട് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പറയാം, നമ്മുടെ ആ വഴിക്ക് പോകാനായിട്ട് ജനത്തിന് വേണ്ടിയാണ്. കാരണം നമുക്ക് ഓർമ്മയുണ്ട് കറുത്ത കോണ്ടസാക്ക് ആ കാറില് നമ്മുടെ ജയശങ്കർ സാറ് പറഞ്ഞത്. അപ്പോ എന്താ അപ്പോ എന്താ ഈ അത് ഗസ്റ്റ് ലെക്ചറായിട്ടായിരുന്നു. ആ സമയത്ത് തന്നെയാണ് ആ ടീച്ചറ് നമ്മുടെ നമ്പീശ സാറിന്റെ രാജീവ് നമ്പീശന്റെ വൈഫാണ്. പിന്നീട് ഞങ്ങൾ നല്ലതായിട്ട് പരിചയപ്പെട്ടു. ആർക്കെങ്കിലും ഇംഗ്ലീഷ് ആ ടീച്ചർ. അപ്പൊ ടീച്ചറെ നമ്മളവിടെ ടീച്ചറെ കാണാനായിട്ട് ടീച്ചറെ കാണാനായിട്ട് അവിടെ പോയി. എവിടെ ഈ പ്രീ ഡിഗ്രി ക്ലാസ്സിൽ പോയി അവിടെ പോയി ടീച്ചറെ കാണാൻ പോയിരിക്കും. അതെ +2 അല്ല ഏതോ. അപ്പൊ അവിടെ പോയിരിക്കും. അന്നേരം പിന്നെ നമ്പി സാറിന് ഞാൻ പറഞ്ഞത്, നമ്പി സാറ് ഇങ്ങനെ ടീച്ചർ വന്നപ്പോ ക്ഷയിച്ചു വരുമ്പോ ഞങ്ങളെല്ലാം പോയിരിക്കും. അപ്പൊ പിന്നെ എല്ലാം നമുക്ക് കിട്ടില്ല, എന്നാലും ഞാൻ ഒരു 10 മിനിറ്റിൽ ഒതുക്കാം. എല്ലാം നമുക്ക് എല്ലാം ഓർമ്മ കിട്ടില്ല. പിന്നെ പാട്ടുകാരുണ്ട്, എല്ലാം ഓർഡറാ ചിലപ്പോ നോക്കട്ടെ. അപ്പൊ ഈ അന്ന് നമ്മുടെ ലക്ഷ്മി ക്ലാസ്സിൽ പഠിക്കുമ്പോ അന്നൊരു ആഗസ്റ്റിന്റെ ഒരു തടിയൻ വെളുത്തിട്ട് ഇവനാണെങ്കിൽ ഇവര് ഇംഗ്ലീഷ് ചാറപ്പൊടിന്ന് പറയാം. അപ്പൊ ഇവനാണെങ്കിൽ ഈ എന്താ ഇത് അപ്പൊ അത് പറയാനുണ്ട്. ഇവരാണെങ്കിൽ ഇവരോട് മറ്റേ ഇവനുണ്ട് ഇംഗ്ലീഷുകാരനാണ്. അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ അവനും വരും. അങ്ങനെ മറ്റേ കാതലൊരു കിടുതാപ്പൊക്കെ ഇട്ട് കന്നഡ. നമുക്കാണെങ്കിൽ അല്ലെ അവൻ പാവമായിരിക്കും, പക്ഷെ പാവമാണ്. പക്ഷെ സെക്കൻഡ് ഇയർ ഒക്കെ ആവുമ്പോഴാണ്. അപ്പൊ ഫസ്റ്റ് ഇയർ നമ്മൾ ആരും ബന്ധമായിട്ടില്ല കാര്യമായിട്ട്. പക്ഷെ കല്ലൂർ ഗ്രൂപ്പ് അതിന്റെ ആവും. അപ്പൊ ഈ സെക്കൻഡ് ഇയർ ആയപ്പോ ലക്ഷ്മി നമ്മുടെ ലക്ഷ്മി. അപ്പൊ നമുക്ക് കാരണം ഇവരുടെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവന് കിട്ടി തന്നോടെ. അപ്പൊ എന്താ ഇവന് 7 പേരും ലക്ഷ്മിയായിട്ട് വെക്കാൻ പറയും. ഇവൻ പറഞ്ഞത് പാവം, അവൻ പറഞ്ഞത് ഈ എന്തോ വായിക്കാം. ഇതൊന്നും നമ്മൾ വായിക്കേണ്ടല്ലോ. നമുക്ക് സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ക്ലാസ്, നമ്മുടെ പിള്ളേര്, നമ്മുടെ ആൾക്കാർ ഫൈനൽ തന്നെ ഈ ആശ പറഞ്ഞു നമ്മുടെ ചോറ് കൊണ്ടുവരുന്നത്. ഈ ചോറ് കൊണ്ടുവരുന്നത് സിംഗിന് കൊണ്ടുവരുന്ന ചോറ് എന്ന് പറഞ്ഞാൽ അവള് തൈരും സാമ്പാർ കുറവാണ്, തൈരാണ് എന്നെ ഓർമ്മയുള്ളത്. അപ്പൊ ആദ്യം പോയി കൈയിട്ട് വാരി അത് തിന്നു. പിന്നെ അതിന്റെ ഒരു എന്താ ആ ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ചീട്ട് കളി. അപ്പൊ ചീട്ട് കളി കേരളമൊക്കെ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് പ്രാവശ്യം കല്യാണ സുഖം വരും ഒരു കറക്കത്തിന്. ഈ കറക്കത്തിന് മുമ്പാണ് നമ്മുടെ താഴേന്ന് മുകളിലേക്ക് സ്റ്റെപ്പല്ല ഈ മരത്തിന് കാര്യം മരമല്ല, അവിടെ ഒന്നുമില്ല, ഒരു മണ്ണ് വഴിയല്ല, മണ്ണ് ഇങ്ങനെ പൊങ്ങിയിരിക്കണം. അപ്പൊ ഒരു സാധനം വന്നു, എല്ലാവരും ഓടിക്കരുത്.
അപ്പൊ ഷിജുവിനെ കയറാൻ പറ്റുന്നത് കാരണം ഷിജുവിനെ ഈ സാധനം മുകളിലേക്ക് പിടിച്ച് കയറാൻ പറ്റില്ല. അങ്ങനെ ആ പേര് ഇട്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളൊരു കേഴ് വാങ്ങിക്കാം എനിക്കൊരു പേര് ഞാൻ വെറുതെ പറഞ്ഞത് മാത്രമേ. അപ്പൊ അങ്ങനെയാണ് മറ്റു സിനിമയിലെ പോലെ ല്ലേ അതുപോലത്തെ ഒരു സംഭവം വന്നത്. പിന്നെ ഞാൻ വെറുതെ നമ്മുടെ ഗ്രൂപ്പില് വെറുതെ എല്ലാവരുടെയും പേര് കുറെ പേരുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു വരും. മാമൂന്റെയും മുണ്ടന്റെ ഒക്കെ പറഞ്ഞു. പക്ഷെ അത് എന്നാ ചിലരുടെ പേര് വരുന്നില്ല. കുറച്ച് മനോഹരമായ കുറച്ച്. പിന്നെ ഞാൻ നേരത്തെ കണ്ടപ്പോ തന്നെ പറഞ്ഞു നമ്മുടെ ലോണപ്പൻ ഇവിടെ പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ വേറെ നിങ്ങളുടെയൊക്കെ വലിയ കമ്പനി എന്തെങ്കിലും പറയാം. വല്ലതും പറയാനുണ്ട്. പേടിയാണ്. ഈ പിള്ളേർ വല്ലതും പറഞ്ഞാൽ കല്യാണം ക്ലാസ്സിലാണ് പഠിക്കുന്ന ആൾക്കാരി ആണെങ്കിൽ പേടിയാവുന്നത്. വീട്ടിൽ പോയി വേറെ ഒരു ഫൈനലിയറ് ഒരു കണക്കുണ്ടായി മൊത്തം. ലക്ഷ്മിയുടെ വീട്, ആശാന്റെ വീട്, അങ്ങനെ പലരുടെ വീട്ടിൽ. അപ്പോ വാശിച്ച് എന്ന് അവരുടെ വീട്ടിൽ അങ്ങോട്ട് ആ വീട്ടിലും പോയി ചായ കുടിച്ച് ചായ തന്നു. നല്ല സന്തോഷമായിട്ട് തോന്നും. കുറെ പേരുടെ വീട്ടിൽ പോയി. അങ്ങനെ അലുമിനിയിലെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു ആ കുട്ടിയാണോ ആ കുട്ടിയായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരം ഇതിന് യാതൊരു മാറ്റമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്. ഞാനപ്പോ അതുകൊണ്ടാണ് പറയാൻ കാരണം നമ്മൾ തന്നെ വേണമെന്ന് പറയാൻ കാരണം നമ്മൾ ഒരുപാട് കഥകളും ഒരുപാട് സെന്റിമെന്റ്സും ഒരുപാട് കാര്യം അതിലുണ്ട്. അതൊന്നും ചിലപ്പോ അവർക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റില്ല. നേരെ കുറച്ച് അത്ര ഉൾക്കൊള്ളാൻ പറ്റിയ പേര് ഉണ്ടാവും. കാരണം പ്രണയത്തിന്റെ കാര്യങ്ങള് അങ്ങനെ ഒരുപാടുണ്ട്. ഈ നമ്മുടെ ശ്രീനിവാസനാണെങ്കിൽ അതെ ശ്രീനിവാസനാണെങ്കിൽ ഈ ഒന്നിട്ടില്ല. അപ്പൊ ശ്രീനിവാസന് ഇപ്പൊ ആരെങ്കിലും പ്രേമിച്ച നല്ല ശ്രീനിവാസൻ കാണാൻ നല്ല മെഡിക്കലായിട്ട് വരും. ഈ ജീൻസ് കൊണ്ട് ബാബുവിന്റെ വീട്ടില് ചായ വയ്ക്കും. ഞങ്ങൾ വലിയ ചായ അത് ഒരു മാസമോളും അത് മറ്റേ ഇത് ഒരു ബുക്കുണ്ടോ അത് ഒരു ബുക്ക് മടക്കിടുന്നു അതിന്റെ ഉള്ളിൽ ഈ ശ്രീനിവാസം പ്രേമം പറഞ്ഞ എല്ലാവരും ഏതാ നമ്മൾ പറയാ കണ്ടം കുറഞ്ഞ പോലത്തെ പിള്ളേരെ നോക്കും. ഇവരാണെങ്കിലോ കാണാൻ നല്ല മെലിഞ്ഞൊക്കെ താടി കൊച്ചുള്ള ഉമ്മായിട്ട് ഈ ഹരി രണ്ടുപേരുടെ പേര് പോക്കുന്ന ഈ ഹരി ആണെങ്കിലോ പ്രേമിക്കണത് മുഴുവണ്ടല്ല മറ്റേ എന്താ സിനിമാ നടി പോലത്തെ പിള്ളേരെ പ്രേമം പറയുള്ളൂ. അത് വീഴുകയും ചെയ്യും. എങ്ങനെയാ പറയുക? അപ്പൊ ഞങ്ങളെപ്പോഴും പറയും നമ്മുടെ ക്ലാസ്സിൽ കുഴപ്പമില്ല ക്ലാസ്സിൽ തീച്ചട്ടി ആശയം മാത്രം പ്രേമുണ്ടായി. വൈകിപ്പോയി പൈസ ഒന്നും വാങ്ങില്ല. അപ്പൊ അനി അത് വിക്രമിക്കാണ്ടിരിക്കണം. എനിക്ക് എന്റെ പാട്ട് കാരണം പാട്ട് പാടാൻ പറ്റില്ല. ഈ മലപ്പുറത്തെ കുറിച്ച് ഇല്ല നമ്മുടെ ഉള്ളിന്റെ പേര് നിന്നത്തെ ഉള്ള് അത് ഇവന് അതുപോലെ മുടിയില്ല. അതിന് ഇഷ്ടം നമുക്ക് ചോദിക്കുക എല്ലാവരും ചെല്ലും എടാ ഇത് ഉള്ളതാണ് അത് ഇവര് നേരിട്ടാണ് ഉള്ളത്. മാറ്റം വെട്ടിക്കൊള്ളേ
അത് മറ്റേ പഠിക്കും യോഗി പിന്നെ ഈ പിന്നെ നമ്മുടെ പണ്ട് ഒരു മാഷുണ്ടായി മാഷ മീൻസ് അദ്ദേഹം ഗീതാലയം ഗീതാകൃഷ്ണൻ കേട്ടല്ലേ അത് ഗീതാലയം ഗീതാകൃഷ്ണൻ മാഷ് അപ്പം അദ്ദേഹത്തിന് അപ്പം ഇവിടെ നിന്ന് ഒരു കൊച്ചിനെ പ്രേമിച്ച് നമ്മുടെ ബ്ലോക്കിലെ കൊച്ചിനെ പ്രേമിച്ച് അവ ഓക്കെ ചെയ്യുമ്പോ ഒരു സുന്ദരി കൊച്ച് നല്ലൊരു പാവം കൊച്ച് അവരോട് കൂടുതൽ പറയാനില്ല അപ്പൊ ആ കൊച്ചിനെ പ്രേമിച്ച് സംഭവം സെറ്റായി പ്രേമിച്ചപ്പോ അതിന്റെ ചെലവായിട്ട് ഒരു ഓട്ടോറിക്ഷ പോണേ അന്ന് നിസ്സാര പൈസ പോലും ഓട്ടോറിക്ഷയ്ക്ക് നമ്മുടെ പ്രാരൂര് ഷാപ്പിൽ പോയി പ്രാരൂര് ഷാപ്പിൽ പോയിട്ട് എല്ലാവരും സാധനം കഴിച്ച് അന്ന് ഷാപ്പില് മുട്ട കിട്ടുള്ളൂ ഇറച്ചിക്കൊന്നും പൈസയില്ല ഒരു കാറ് അന്നും എന്തോ 4 രൂപ 6 രൂപയ്ക്കാണ് ഡീസൽ ഒക്കെ ഉള്ളൂ ഒരു ഡീസൽ കാറിൽ ഇവിടെ ഉണ്ടായിരുന്നു 10 പേരെ പോകും അപ്പൊ ഈ രാരൂർ ഷാപ്പിൽ പോയിട്ട് തിരിച്ചു വന്നവർക്ക് ഇങ്ങനെ തിങ്ങി ഇരിക്കാനുള്ളൂ ആ തിങ്ങി ഇരിക്കുമ്പോ ഈ ഗീതാലയം ഗീതാകൃഷ്ണൻ സാറ് അവിടെ ഒരു ചെറിയൊരു ലോഡ്ജൊക്കെ ഉണ്ട് അദ്ദേഹം അവിടെ നോക്കുക അദ്ദേഹം നടന്നു പോകാം അപ്പൊ ബിയോന്റെ ബുക്ക് വലുതാണല്ലോ ബിയോന്റെ ബുക്കായിട്ടുള്ള എല്ലാത്തിനും കൂടെ ഉള്ള ബുക്ക് കട്ടുള്ള ബുക്കാണ് ഈ സാറ് എന്ത് ചെയ്യുന്നത് അപ്പൊ ഈ മാഷ് വന്ന വഴിക്ക് ബിയോന്റെ ഏതോ കട്ടുള്ള അപ്പൊ മാഷ് വന്നപ്പോ ഏതോ ഒരുത്തൻ ആരോ പരിചയക്കാരൻ വലതുവശത്തോടി നടന്നു കൊണ്ടു അപ്പൊ ഞാൻ ഇരിക്കുന്നത് അന്നേരം കൈ ഓ ഏത് പ്രണയം കഴിഞ്ഞു വരാനുള്ളൂ ചിലവർക്ക് ചെയ്ത് ഓ വേണം നേരെ മാഷിന്റെ തലയ്ക്ക് വലിയ മാഷ് മുന്ന് കുത്തി അവസാനം സംഭവം തലേ ദിവസം മാഷ് തലയ്ക്ക് പ്രശ്നമായിട്ട് എന്തോ വലിയ മരുന്നും കാര്യമൊക്കെ ഇരിക്കുന്നു ആ നേരത്താണ് ഈ പൊയ്യോട്ട് മുക്ക് പഠിക്കുന്നത് അത് വലിയ പ്രശ്നമാണ് അത് ഒരു നമ്മുടെ ഈ ക്രിസ്മസ് അക്കേഷനാണ് അത് വലിയ വിഷയമായി അവസാനം എന്നെ പ്രിൻസിപ്പളെ വിളിച്ച് എന്നെ സസ്പെൻഡ് ചെയ്യാനൊക്കെ പോയി പിന്നെ ആരൊക്കെ ഇടപെട്ട് അത് തീർത്തി പിന്നെ സസ്പെൻഷന്റെ ഒന്നല്ല അത് അല്ലാത്ത വന്നത് നമ്മൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇയർ പഠിച്ചതിൻ്റെ ഈ ഭിത്തിയുള്ളത് പുറത്ത് നിൽക്കും കയറി ചെല്ലുമ്പോൾ റൈറ്റ് സൈഡ് അത് നിങ്ങളുടെ അടുത്ത് ഫോട്ടോ തന്നെ റൈറ്റ് സൈഡ് അവിടെ ഫൈനൽ കഴിഞ്ഞ് പോകണല്ലോ ഉടനെ തന്നെ നല്ല പച്ച കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ അത് വെച്ച് എല്ലാവരുടെയും ഗ്രൂപ്പിന്റെ പേരാണ് ഇത് നാളത്തെ പിള്ളേർ കാണുന്നത് രതീഷ് വേണാട്ട് കുറ്റിപ്പുഴ അടുത്തത് മറ്റേ സുധീർ കണ്ണുപറമ്പത് കിടങ്ങൂര് മാർട്ടിൻ ഇന്ന് എല്ലാവരുടെ അഡ്രസ് ഉൾപ്പെടെ എഴുതി നല്ല ഭംഗിയായിട്ട് വെച്ചു എല്ലാം ഭംഗിയായിട്ട് എടുത്തു വെച്ചു അത് കഴിഞ്ഞു വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ കാലത്ത് ചോദിച്ചു ഇതോ അത് പറ്റത്തില്ല എന്താ എവിടെ നടക്കണേ പറഞ്ഞോ അപ്പൊ നമ്മൾ ശരിയാവുള്ളൂ അപ്പൊ എന്നാ നമ്മള് എന്ത് ഈ മാച്ചാല് ഈ ജൂനിയർ പിള്ളേർ കാണും ഇത്ര നമ്മൾ വലിയ ആൾക്കാരെ നമുക്ക് മാറ്റണം മാറിക്കൂലേ പിന്നെ പൈസ തരാൻ പോലും അല്ലെങ്കിൽ പെയിന്റ് അടിച്ചുള്ള പൈസ തരാൻ അതൊന്നും പറ്റില്ല എന്നിട്ട് വൈകുന്നേരം എന്തെങ്കിലും മാർഗം വേണ്ട ഈ ഇതിന്റെ എന്താ ഈ വരച്ചത് ഇത് ഉരയ്ക്കാനായിട്ട് സാധനം എന്താ മാത്രമേ നമ്മള് ആ സാധനം വെച്ചിട്ട് എല്ലാം മാച്ച് കളഞ്ഞു ഒരു ദിവസം പോലെ മാഷ് അവിടെ അങ്ങേറ്റാണല്ലോ സാറ് ചെയ്യുക ഇപ്പൊ ഇവിടെ നിന്ന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന്
ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോണം. അപ്പൊ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഏത് വരാന്തരക്ക് വരാന്തരക്ക് മാഷുന്ന നോക്കുമ്പോ ക്ലാസ്സിന്റെ പതുക്കെ പുറത്തോട്ട് കയറി തിരിച്ച് കയറ്റി അകത്ത് കയറ്റി ഇരുത്തി. അപ്പം ഈ നമ്മുടെ പതുക്കി പോക്ക് അന്നും ക്ലാസ്സിലില്ല. അപ്പൊ നമ്മുടെ ആ ടീച്ചറുടെ അല്ല അത് ഫസ്റ്റ് ഇയറില് അപ്പൊ ഓർമ്മയുണ്ട്. ഫൈനൽ ഇയർ ഏതോ ടീച്ചർ ക്ലാസ്സിൽ കാണില്ല. മറ്റേ അമ്മ വിളിച്ചോണ്ടാ എനിക്ക് എന്നാലേ പറയാൻ പറ്റുള്ളൂ. അപ്പം ടീച്ചറെ കാണിക്കാനായിട്ട് ഒരു ഫോട്ടോ കൊണ്ടുവന്നു. ഒരു ഫോട്ടോ അമ്മയ്ക്ക് സുഖമില്ല. ഫോട്ടോ നീക്ക് കളിക്കുന്നത് അല്ല ടീച്ചർ അമ്മയെ കണ്ടതല്ല കണ്ടാ പോയി ടീച്ചർക്ക് സംഭവം. അങ്ങനെ ഒരുപാട് പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ ഒരുപാട് ഞങ്ങള് ഈ ബോയ്സ് അല്ല ഇല്ലു ഞാൻ ആ ബോയ്സ് തന്നെ നമ്മള് ബോയ്സ് മാത്രമാണ് അങ്ങനെ ക്ലാമറായിട്ട് നിൽക്കുന്നു വെച്ചാൽ അന്ന് നോക്കിയപ്പോ പെൺപിള്ളേരൊക്കെ നല്ല അമ്പതിന്റെ പകട്ടില്ലാത്ത ചെറിയ പിള്ളേര് ആശ മാറിയിരിക്കും. അതുപോലെ ഞാൻ അപ്പൊ കാലത്ത് ഭാര്യ ഉള്ളത് എടാ അച്ഛൻ പോണ് അവരെ 50 വയസ്സായി പോവാണ് ഞാൻ അവിടെ പോയിട്ട്. അപ്പൊ ഞാൻ ഫോട്ടോ കാണാൻ മനസ്സിലാവും ഞാൻ അത് ഇടി ചിലപ്പോൾ കിട്ടുന്നു. കുറെ സിനിമകളായിട്ട് അച്ഛൻ ഒരു എന്തായാലും എല്ലാവരും പ്രത്യേകം തന്നെ പറയാം. സുന്ദരിയാണ് ഞങ്ങള് ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയും കണ്ടിരുന്നു. അപ്പൊ അത് ഫോട്ടോ പോയി വളരെ കാണാറുണ്ട്. പലരുമായിട്ട് നല്ല ബന്ധം ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുമ്പോ നമുക്ക് ആ ഒരു ഇതുണ്ട്. അത് നമുക്ക് എല്ലാവരും ഫോട്ടോ നമ്മുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല ഒരു സന്തോഷം. പിന്നെ നമ്മൾ വിളിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ടൈലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിച്ചക്കാരെ ഉള്ളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുമ്പോ എന്ത് സംഭവം ഭയങ്കര ഒരു രതീഷ് ടീച്ചർമാരെയൊക്കെ കണ്ടേ എന്ത് ഗ്ലാമറുള്ള ടീച്ചർമാരൊക്കെ ചെറുപ്പം നമ്മള് കഴിച്ച പത്മജ സതി സ്മാർട്ട് ടീച്ചർമാര് അത് അവര് ഒരു കുനിഷ്ടായിട്ട് വരുത്തിക്കണം. ഏറ്റവും മാറ്റിക്കണം. ഒന്ന് രണ്ട് സ്ഥലം വേറുണ്ട്. ഈ ആശംസയില് ഒരു പതുക്കെ സ്ഥാനം തട്ടും. ഞാൻ അവിടെ ഇവിടെ നിന്ന് ആകെ ഇതാവൂല. അത് തന്നെ തുടക്കം കിട്ടുക. ഈ ഭാഗത്തുള്ളതൊക്കെ ഇടും. ഒരു 5-6 പേര് ഇടാണ്ട് ഇടും. ഉറപ്പാണ്. ഒന്ന് പതുക്കെ ഒന്ന് പോകാൻ പതുക്കെ 2 ആക്സിഡന്റ് പാട്ട് മുകളിലേക്ക് വന്നോ. ഇനി അടുത്ത പാട്ട് അടുത്തൊരു പാട്ട്